25 രൂപ 30 രൂപ മുതൽ ലേഡീസിന്റെ ടോപ്പൊക്കെ സ്റ്റാർട്ട് ചെയ്യണ ഈ ഒരു ഭാഗത്താണ്. 200 100 രൂപ 50 രൂപക്കൊക്കെ ഇവിടെ വന്നു കഴിഞ്ഞാൽ നല്ല നല്ല ടോപ്പുകൾ കിട്ടുന്നത്. വിന്റർ ജാക്കറ്റൊക്കെ 350 രൂപയാണ് ഇവർ പറയണത്. വില പേശി കഴിഞ്ഞാൽ ഇതിലും വില കുറച്ച് കിട്ടും. ഡൽഹിയിലേക്ക് വന്നിറങ്ങി കഴിഞ്ഞാൽ ഈ ഒരു മാർക്കറ്റിൽ വന്നു കഴിഞ്ഞാൽ അത്യാവശ്യം വേണ്ട സാധനങ്ങളെല്ലാം തന്നെ ഈ ഒരു വിന്റർ സീസണിലെ സാധനങ്ങൾ ചെറിയ പൈസക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റും. ഗ്ലൗസ് മുതൽ സകല വിന്റർ ക്ലോത്തും സാധനങ്ങളും ഇവിടെ കിട്ടും. നല്ല നല്ല കാർഗോസും പാൻറ്റും കാര്യങ്ങളൊക്കെ 350 രൂപ വരുന്നുള്ളൂ. അതുപോലെ തന്നെ ടോപ്പുകളൊക്കെ ഒരു 200 രൂപ 100 രൂപ റേഞ്ചിലൊക്കെ നല്ല അടിപൊളി കളക്ഷൻസ് ആണ് ഇവിടെ ഉള്ളത്. മികച്ച കളക്ഷൻസ് ചെറിയ പൈസക്ക്. അതുപോലെ തന്നെ ഷൂസും കാര്യങ്ങളെല്ലാം ഡൽഹിയിലേക്ക് വന്നു കഴിഞ്ഞാൽ ചെറിയ പൈസ ആയിട്ട് ഈ ഒരു മാർക്കറ്റിൽ വന്നു കഴിഞ്ഞാൽ നല്ല സാധനങ്ങൾ, നല്ല ക്വാളിറ്റിയുള്ള സാധനങ്ങളും കിട്ടും, ക്വാളിറ്റി കുറഞ്ഞ സാധനങ്ങൾ കിട്ടും. ഏത് തരത്തിലെ സാധനങ്ങൾ വേണമെങ്കിലും ഇവിടെ വാങ്ങാം. കൂടുതലും വിന്റർ സീസണിലെ കളക്ഷനാണ് ഇപ്പോൾ ഉള്ളത്. ഇപ്പോൾ ഇവിടെ നോർത്ത് ഇന്ത്യയിലൊക്കെ ഫുള്ള് വിന്റർ ആയതുകൊണ്ട് തന്നെ മാർക്കറ്റിൽ ഫുള്ള് വിന്റർ ക്ലോത്തുകളാണ് കൂടുതലും. അതുപോലെ തന്നെ ജീൻസും കാര്യങ്ങളൊക്കെ എല്ലാം ഈ ഒരു ഭാഗത്തൊക്കെ 100 രൂപ 200 രൂപേൻ്റെ സാധനങ്ങളാണ് ഫുള്ള് തൂക്കിയിട്ടേക്കണത്. 1000 രൂപേൻ്റെ ഒരുപാട് സാധനങ്ങൾ ഈ ഒരു മാർക്കറ്റിൽ വന്നു കഴിഞ്ഞാൽ വാങ്ങിയിട്ട് പോകാൻ പറ്റും. ഇപ്പം നിങ്ങൾ കാശ്മീർ, മണാലി എവിടെയെങ്കിലുമൊക്കെ പോകാൻ പ്ലാൻ ഉണ്ടെങ്കിൽ ഡൽഹിയിൽ വന്നിറങ്ങിക്കഴിഞ്ഞാൽ ഈ ഒരു സ്ഥലത്ത് വന്നു കഴിഞ്ഞാൽ അത്യാവശ്യം വേണ്ട വിന്റർ ക്ലോത്തും കംപ്ലീറ്റ് സാധനങ്ങളും നിങ്ങൾക്ക് വാങ്ങാൻ പറ്റും. സരോജിനി മാർക്കറ്റിൽ നിലവിൽ എന്തൊക്കെ സാധനങ്ങളാണ് ഉള്ളത്, ഇപ്പോഴത്തെ വിന്റർ സീസണിൽ എന്തൊക്കെ കളക്ഷനാണ് ഉള്ളത് എന്നുള്ളത് ഞാൻ ഈ വീഡിയോയിൽ കാണിച്ചു തരാം. ഈ സരോജിനി നഗർ മെട്രോ സ്റ്റേഷനിൽ നിന്ന് നേരെ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ തന്നെ കാണുന്ന കാഴ്ച 30 രൂപയ്ക്കും 50 രൂപയ്ക്കൊക്കെ ടോപ്പ് ഇട്ടേക്കുന്നതാണ്. ഈ ഒരു ഭാഗത്താണ് ഏറ്റവും ചീപ്പായിട്ടുള്ള 30നും 50നൊക്കെ ടോപ്പുകൾ കിട്ടുന്നത്. 200 ഇതിനകത്തൊക്കെ 50 രൂപ മുതലുള്ള ടോപ്പുകളുണ്ട്. 50 രൂപ 100 രൂപ നല്ല നല്ല ടോപ്പുകളാണ്. പക്ഷേ ഇവർ വീഡിയോ എടുക്കാൻ ഇവർ പലരും സമ്മതിക്കണില്ല. അതാണ് ഇവിടുത്തെ പ്രധാന ഒരു പ്രശ്നം. ഇവർ പല സമയവും പല വിലകൾ പറഞ്ഞ ആൾക്കാരുടെ നിന്ന് പൈസ വാങ്ങണോണ്ടാണ് വീഡിയോ എടുക്കാൻ സമ്മതിക്കാത്തത്. ഈ ഒരു മെട്രോ സ്റ്റേഷനിൽ വന്നിറങ്ങി ഈ ഒരു മാർക്കറ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ ഫുള്ളും കടകൾ തന്നെ. ഈ ഒരു ഏരിയയിൽ ഡ്രസ്സ്, ഓർണമെന്റ്സും അങ്ങനത്തെ ഫുള്ള് സാധനങ്ങളാണ്. ഫുള്ളും ലേഡീസിന് വില കുറച്ച് വാങ്ങാൻ പറ്റിയൊരു സ്ഥലം കൂടിയാണ്. ജെൻസിൻ്റെ ഉണ്ട് എങ്കിലും ഏറ്റവും കൂടുതലും ലേഡീസിൻ്റെ നല്ല നല്ല കളക്ഷൻസും ബ്രാൻഡഡും ലോക്കലും അങ്ങനെ സകല സാധനങ്ങളും കിട്ടുന്ന ഒരു സ്പോട്ടാണിത്. അപ്പോൾ ഈ ഒരു സ്ഥലത്തേക്ക് ഡൽഹിയിൽ നിന്ന് എങ്ങനെയാണ് ഡൽഹിയിൽ വന്ന് ട്രെയിൻ ഇറങ്ങിക്കഴിഞ്ഞാൽ വരണ്ടേന്നുള്ളത് ഞാൻ ഈ വീഡിയോയിൽ പറയുന്നുണ്ട്. അപ്പോൾ ഈ ഒരു വീഡിയോ മുഴുവൻ കാണാൻ നിങ്ങൾ മറക്കണ്ട. ഞാനിവിടെ എത്തിയേക്കണത് രാവിലെ 10 മണി സമയത്താണ്, അതും വീക്ക് ഡേയ്സിലാണ്. അപ്പോൾ വീക്കെൻഡിലേക്ക് അവസ്ഥ പറയണം. എന്ന് പറഞ്ഞാൽ രാവിലെ 10 മണിക്ക് തന്നെ ആൾക്കാരിങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കുക ഈ ഒരു മാർക്കറ്റിലേക്ക്. ലേഡീസിൻ്റെ ഒരുപാട് ഹാൻഡ് ബാഗുകളാണ് ഈ കാണാൻ പറ്റുന്നത്. നാട്ടിലൊരു 600 രൂപ 700 രൂപയൊക്കെ തന്നെ റേഞ്ചിലുള്ള സാധനങ്ങളാണ് ഇവിടെ ഈ 300 രൂപയ്ക്ക് വെച്ചേക്കണത്. ഇതൊക്കെ 50 രൂപയുടെ ഷോർട്ട് ടോപ്സാണ് ഈ കാണുന്നത്. ആൾക്കാർ നിന്ന് പെറുക്കി എടുക്കണ കണ്ടില്ലേ. അപ്പോൾ ഈ ക്ലോത്തിനൊക്കെ ഇവിടെ വളരെ വിലക്കുറവാണ്. നല്ല നല്ല ക്ലോത്തുകൾ 50 രൂപ 30 രൂപ ആ റേഞ്ചിലൊക്കെ ഇതേപോലത്തെ കിട്ടും. ഈ ഒരു വിന്റർ സീസണിൽ എല്ലാവർക്കും ഏറ്റവും കൂടുതൽ ആവശ്യം വരുന്ന സാധനമാണ് വിന്റർ ജാക്കറ്റ്. അത് ഇവിടെ വന്നു കഴിഞ്ഞാൽ നല്ല ക്വാളിറ്റിയുള്ള ഇമ്പോർട്ട് ജാക്കറ്റുകൾ 300 200 റേഞ്ചിലൊക്കെ നിങ്ങൾക്ക് വാങ്ങാൻ പറ്റും. നോർത്ത് ഇന്ത്യയിൽ എവിടെ ട്രാവൽ ചെയ്യണമെങ്കിലും നല്ല വിന്റർ ജാക്കറ്റുകൾ വേണം. അപ്പോൾ ലേഡീസിൻ്റെയും ജെൻസിൻ്റെയും ഒക്കെ നല്ല ക്വാളിറ്റിയുള്ള സാധനം ഇവിടെ കിട്ടും. ഇതൊക്കെ നല്ല ക്വാളിറ്റിയുള്ള കാർഗോസും പാൻറ്റുകളൊക്കെ ഉണ്ട്. ഈ ഒരു സെക്ഷനിൽ 350 ഇവർ റേറ്റ് പറയണത്. നമുക്കൊരു 2-3 എടുക്കുകയെന്നുണ്ടെങ്കിൽ ഇവർ വില കുറച്ച് തരും. അപ്പോൾ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ ഇവർ 350 ഫിക്സ്ഡ് റേറ്റ് പറയുമെങ്കിലും നമുക്ക് വില പേശിക്കഴിഞ്ഞാൽ ഇതിൽ നിന്ന് നമുക്ക് വില കുറച്ച് വാങ്ങാൻ പറ്റും. $500 റേഞ്ചിലൊക്കെ വെച്ചേക്കണ നല്ല ജാക്കറ്റുകളാണ്. അതുപോലെ തന്നെ 100 രൂപേൻ്റെ ടോപ്പുകളൊക്കെ ഒരുപാടുണ്ട്. ടീഷർട്ട്, ലേഡീസിൻ്റെ ടോപ്പുകൾ, ഇതൊക്കെ അത്യാവശ്യം നല്ല കളക്ഷൻ ഉണ്ട്. ഈ രാവിലെ വരാൻ നേരം എല്ലാ കടകളുടെ ഫ്രണ്ടിലും ഒരുപാട് നല്ല കളക്ഷൻസ് ഉണ്ടാവും. നിങ്ങൾ ഉച്ച കഴിഞ്ഞാണ് എത്തണമെങ്കിൽ അതിൽ കൂടുതലും പോയിട്ടുണ്ടാവും. കണ്ടില്ല ഇവിടുത്തെ തിരക്ക്. രാവിലെ 10 മണി സമയത്ത് തന്നെ ഫുള്ള് ആൾക്കാരാണ് ഇവിടെ സാധനങ്ങൾ പെറുക്കാനായിട്ട് നിൽക്കുകയാണ്. അപ്പോൾ ഈ ഒരു മാർക്കറ്റിലേക്ക് വന്നെ ഒരു മാക്സിമം രാവിലെ വരാൻ ശ്രമിക്കുക. അതാകുമ്പോൾ നല്ല നല്ല സാധനങ്ങൾ കിട്ടും. ഈ ജാക്കറ്റൊക്കെ കുറച്ച് സ്റ്റാൻഡേർഡുള്ള മോഡലാണ്. പക്ഷേ ഇവർ 1000 ആണ് ഇവർ വില പറയണത്. ഷൂസും കാര്യങ്ങളൊക്കെ 350. അത്ര നല്ല ക്വാളിറ്റി ഒന്നും പറയാൻ പറ്റില്ല. എങ്കിലും നാട്ടിലൊരു 800-1000 രൂപ തന്നെ റേഞ്ചിലുള്ള ഷൂസൊക്കെയാണ് ഇവിടെ ഈ ഒരു 350 രൂപയ്ക്ക് കിട്ടുന്നത്. അതുപോലെ തന്നെ ഈ ജേഴ്സി ക്ലോത്തിൻ്റെ പോലത്തെ ടീഷർട്ടുകൾ, ഇതൊക്കെ അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള സാധനമാണ്. 200 റേഞ്ചിലാണ് അവർ വില പറഞ്ഞത്. വിന്റർ സീസണിൽ ഡൽഹിയിലേക്ക് വരാൻ നേരം കൂടുതലും ഇവിടുത്തെ ലേഡീസിനെ കാണാൻ നേരം ഇതേപോലത്തെ ഡ്രസ്സുകളൊക്കെ ആയിരിക്കും ഇവർ ഈ വിന്റർ സീസണിൽ ധരിക്കുന്നത്. കൂടുതലും ഇങ്ങനത്തെ ഡ്രസ്സുകളാണ് ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇവിടുത്തെ ആൾക്കാർ ഇടണം. ഇതിനൊക്കെ 100 രൂപയാണ് കേട്ടോ ഒന്നിന്. അത്യാവശ്യം നല്ല ഒരുപാട് കളക്ഷൻസ് ഉണ്ട്. ഈ ടൈപ്പൊക്കെ 100 രൂപ എന്ന് പറഞ്ഞാൽ ഏറ്റവും ചീപ്പാണ്. അപ്പോൾ ഇങ്ങനത്തെ ഈ ജാക്കറ്റ് ടൈപ്പ് ക്ലോത്തുകളൊക്കെ ഒരുപാട് കടകളിൽ കാണാൻ പറ്റും. പിന്നെ ഗ്ലൗസും കാര്യങ്ങളൊക്കെ കാശ്മീർ, മണാലിയൊക്കെ പോണവർക്ക്
ഗ്ലൗവും കാര്യങ്ങളൊക്കെ നിർബന്ധമായിരിക്കും, നല്ല തണുപ്പായതുകൊണ്ട്. അങ്ങനെ ഗ്ലൗവും കാര്യങ്ങളൊക്കെ ഇവിടെ 250 റുപ്പീസാണ്. അതുപോലെ തന്നെ ജീൻസിനൊക്കെ 250 രൂപയാണ് വില. വലിയ കുഴപ്പമില്ല, അത്യാവശ്യം നല്ല ജീൻസാണ്. അതുപോലെ തന്നെ ലേഡീസിൻ്റെ സകല സാധനങ്ങളും ജാക്കറ്റും കാര്യങ്ങളൊക്കെ ഇവിടെ ചെറിയ പൈസക്ക് കിട്ടും. ഇതൊക്കെ 350 രൂപേൻ്റെ ജാക്കറ്റാണ്, അത്യാവശ്യം നല്ല ക്വാളിറ്റി എന്നൊക്കെ പറയാട്ടോ വിൻ്ററിൽ യൂസ് ചെയ്യാനായിട്ട്. ഡെക്കാത്തലോൻ്റെയൊക്കെ ആ ഒരു ക്വാളിറ്റി കാണാൻ നേരം കിട്ടുന്നുണ്ട് ഈ ഒരു സാധനം. ഇതൊക്കെ 350ൻ്റെ ചെരുപ്പാണ് കേട്ടോ. ഒരുപാട് കളക്ഷൻസ് ഉണ്ട്, നല്ല നല്ല ചെരുപ്പുകളാണ്. 350 രൂപയ്ക്കൊക്കെ ഇത് ഇവിടുന്ന് വാങ്ങണ ലാഭം തന്നെയാണ് ശരിക്കും. അപ്പോൾ ചെരുപ്പുകളും ഇവിടെ വന്നു കഴിഞ്ഞാൽ വാങ്ങാൻ പറ്റുന്ന നല്ല കളക്ഷൻസ് ഉണ്ട്. 200 രൂപയുടെ ജെൻസിൻ്റെ ഷർട്ടാണ്, വലിയ കുഴപ്പമില്ല. അത്യാവശ്യം 200 രൂപയ്ക്ക് എന്തായാലും ഇത് ലാഭമാണ്. നല്ല നല്ല കളക്ഷൻസ് ഉണ്ട്, ചെക്കും കോട്ടനും പോളിസ്റ്ററും എല്ലാ ടൈപ്പ് മെറ്റീരിയലും ഉണ്ട്. നല്ല തിരക്കാണ് ഈ ഒരു മാർക്കറ്റിൽ. ഇപ്പോൾ ഏകദേശം ഒരു 11 മണി സമയമായിട്ടുണ്ട്. നിറച്ച ആളായിട്ടുണ്ട് ഇതിൻ്റെ ഇടയിൽ. ഫോണൊക്കെ സൂക്ഷിച്ച് വേണം പിടിച്ചുകൊണ്ട് നടക്കാനായിട്ട്, തട്ടിപ്പറിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. കമ്മല് പോലുള്ള സാധനങ്ങളൊക്കെ വളരെ ചീപ്പാണ്. 20 രൂപ 30 രൂപക്കൊക്കെ ഒരുപാട് കളക്ഷൻസ് ഉണ്ട്. ഇതൊക്കെ വേണമെങ്കിൽ ഇവിടെ നിന്ന് വാങ്ങാം. വള, കമ്മല് അങ്ങനത്തെ സാധനങ്ങളൊക്കെ വളരെ ചീപ്പാണ് ഈ ഒരു മാർക്കറ്റിൽ. എവിടെ നോക്കിയാലും കൂടുതലും വിൻ്റർ ക്ലോത്തുകളാണ്. ഇപ്പോൾ ഈ ഒരു സീസണിൽ വിൻ്ററിനെ ബേസ് ചെയ്തിട്ടുള്ള സാധനങ്ങളായിരിക്കും ഈ ഒരു മാർക്കറ്റിൽ. വിൻ്റർ മാറി സമ്മർ ആകുന്നേരം സമ്മറിൻ്റെ സാധനങ്ങളായിരിക്കും. 100-200 ഇടയ്ക്കുള്ള വിലയാണ് കേട്ടോ ഇവർ ഈ ബാഗുകൾക്കൊക്കെ പറയണത്. വില പേശിയാൽ ഇനിയും വില കുറച്ച് കിട്ടും. അപ്പോൾ ഇത് ഡൽഹിയിലെ സരോജിനി മാർക്കറ്റാണ്. അപ്പോൾ നിങ്ങൾ ഡൽഹിയിൽ വന്നാൽ തീർച്ചയായും ഈ ഒരു മാർക്കറ്റിൽ വന്ന് പർച്ചേസ് ചെയ്തിരിക്കും. അത്യാവശ്യം വേണ്ട ഒരു സാധനങ്ങൾ അവർ 1000 രൂപയായിട്ട് ഇവിടെ എത്തിക്കഴിഞ്ഞാൽ അത്യാവശ്യം വേണ്ട ഒരുപാട് സാധനങ്ങൾ ഇവിടുന്ന് വാങ്ങിയിട്ട് പോകാൻ പറ്റും. ഈ ഒരു മാർക്കറ്റ് ഈ എല്ലാ ദിവസവും പ്രവർത്തനമുള്ളൊരു മാർക്കറ്റാണ്. അതുകൊണ്ട് തന്നെ എപ്പോൾ ഡൽഹിയിൽ വന്നാലും ഈ ഒരു മാർക്കറ്റിൽ വന്ന് പർച്ചേസ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ചോർ ബസാറൊക്കെ ആണെങ്കിൽ ഞായറാഴ്ച മാത്രമേ ഉള്ളൂ. അവിടെ കിട്ടണതിനേലും ലേഡീസിൻ്റെ കൂടുതലും സാധനങ്ങളും കിട്ടുന്നത് ഈ ഒരു മാർക്കറ്റിലാണ് ശരിക്കും. ഇതേപോലെയുള്ള സാധനങ്ങൾ ചോർ ബസാറിൽ വളരെ കുറവാണ്. കേരളത്തിൽ നിന്നൊക്കെ വന്നിറങ്ങണവർ കൂടുതലും നിസാമുദ്ദീൻ റെയിൽവേ സ്റ്റേഷനിലായിരിക്കും വന്നിറങ്ങണത്. നിസാമുദ്ദീൻ റെയിൽവേ സ്റ്റേഷൻ്റെ തൊട്ടടുത്ത് തന്നെ മെട്രോ സ്റ്റേഷൻ ഉണ്ട്. നേരെ മെട്രോ സ്റ്റേഷനിൽ വന്നിട്ട് നിങ്ങൾ നേരെ സരോജിനി നഗർ മാർക്കറ്റിലേക്ക് ഒരു ടിക്കറ്റ് എടുക്കുക. നേരെ മെട്രോയിൽ വന്നിറങ്ങി നിങ്ങൾക്ക് മേലേക്ക് നോക്കിക്കഴിഞ്ഞാൽ എവിടെയാണ് സരോജിനി നഗർ മാർക്കറ്റ് എന്നുള്ളത് ഈ ഒരു ലേഔട്ടിൽ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. അങ്ങനെ അവിടുന്ന് പലർക്കും അറിയാത്ത കാര്യമാണ് എങ്ങനെയാണ് മെട്രോ സ്റ്റേഷനിൽ നിന്ന് മെട്രോ കയറി കറക്റ്റായിട്ട് പോകേണ്ടതെന്ന്. അങ്ങനെ ആ മാർക്ക് നോക്കി കറക്റ്റ് ആ ഒരു ഭാഗത്തേക്കുള്ള ട്രെയിൻ മെട്രോയിൽ കയറി ഇരുന്ന് കഴിഞ്ഞാൽ നേരെ സരോജിനി നഗർ മെട്രോ സ്റ്റേഷനിൽ എത്തുമ്പോൾ നേരെ വന്ന് ഇറങ്ങിയാൽ മതി. സ്റ്റേഷനിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ തന്നെ കാണാം ഈ റോഡ് സൈഡിൽ നിന്ന് ഈ ഒരു മാർക്കറ്റ് ഇങ്ങനെ തുടങ്ങിയാണ്. ഇവിടുന്ന് ഫുള്ള് ചെറിയ പൈസക്ക് ഡ്രസ്സുകളാണ് ഈ നിലത്ത് കൂട്ടിയിട്ടേക്കണതൊക്കെ. 20 രൂപ 30 രൂപ റേഞ്ചിൽ നല്ല നല്ല കളക്ഷൻസ് ഉണ്ട് ഇവിടെ.